വാശിയേറിയ ഒരു ബൈക്ക് മത്സരം, അതിസാഹസികമായ ജനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിഗംഭീരമായ ബൈക്ക് റാലിക്ക് ഇതാ സുകുമാരൻ, മോഹൻലാൽ എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കുതിച്ചു പായുകയാണ് അതിസാഹസികനായ നമ്മുടെ പ്രിയപ്പെട്ട രജനീകാന്ത്. അദ്ദേഹത്തിന്റെ പതിവ് സ്റ്റൈലിൽ തന്നെ ചാടി വീണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്ന സ്റ്റൈൽ മന്നൻ. ഇതാ നസീറും ജയനും അത് കണ്ട് കുതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ വാശിയേറിയ മത്സരത്തിലേക്ക് സൂപ്പർ താരങ്ങൾ എടുത്തു ചാടുകയാണ്. ഷാരൂഖ് ഖാൻ, ഐശ്വര്യ റായ്. ബോളിവുഡിലെ രോമാഞ്ചമായ ജോഡികളാണ്. ദേവദാസ് എന്ന സിനിമയിലൂടെ നമ്മളെ ത്രസിപ്പിച്ച ജോഡികൾ. ഷാരൂഖ് ഖാൻ, ഐശ്വര്യ റായ് ഇതാ കുതിച്ചു പായുന്നു. അദ്ദേഹം ഫ്ലൈയിങ് കിസ് വാരി വിതറുകയാണ്. ഈ വളരെ മുമ്പിലാണെന്ന് തോന്നുന്നു. വളരെ വാശിയേറിയ മത്സരമാണ്. ഇതാ ജഗദീഷ് പങ്കെടുക്കാൻ വൈകിപ്പോയി. ജഗദീഷ് മാത്രമല്ല, മുകേഷ്, സിദ്ദിഖ്, അശോകൻ തുടങ്ങി പലരും വൈകിയിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും തസ്കര വീരൻ ബൈക്ക് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമീർ ഖാൻ വളരെ മുമ്പിലാണ്. അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിലൊന്നും ആരുമില്ല. ഇതാ അദ്ദേഹത്തെ മറികടന്നിരിക്കുന്നു. ആരാണെന്നറിയില്ല. ഹെൽമറ്റ് വെച്ചിരിക്കുന്നു. മലയാള താരങ്ങളാവാം. വളരെ വാശിയേറിയ മത്സരമാണ്. അദ്ദേഹത്തെ എല്ലാവരും മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും ജോഡി ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ. അവർക്കിതൊരു ഉല്ലാസ യാത്രയാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ ആസ്വദിക്കുന്നുണ്ട്. വളരെ സന്തോഷവാന്മാരാണ് രണ്ടുപേരും. അവരുടെ പുറകെ ഇതാ അമിതാഭ് ബച്ചന്റെ മകനുണ്ട്, അഭിഷേക് ബച്ചൻ. ഇതാ അർണോൾഡ് ഷ്വാസ്നഗർ, ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ. അദ്ദേഹം രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി തൊട്ടുപുറകെ തന്നെ ഉണ്ട്. ഇതാ കുഞ്ചാക്കോ ബോബനും ശാലിനിയും അവർ ആടിപ്പാടുകയാണ്. ഐസ്ക്രീം കഴിക്കുകയാണ് രണ്ടുപേരും. ഐസ്ക്രീം കഴിക്കുന്നത് കൊള്ളാം, പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. വളരെ ഗംഭീരമായി നടത്തുന്ന ഒരു ബൈക്ക് റാലിയാണിത്. ഐസ്ക്രീം കഴിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കരുത് എന്നൊരു അപേക്ഷയാണ്. ഇതാ ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹം വച്ചുപിടിക്കുകയാണ്. ഇതാ പൃഥ്വിരാജ് മലമ്പാതകളിലൂടെ എളുപ്പവഴിക്ക് വരികയാണ് അദ്ദേഹം. ജയനും നസീറും, അർണോൾഡ് ഷ്വാസ്നഗർ. നമുക്ക് അദ്ദേഹത്തെ എളുപ്പത്തിന് വേണ്ടി ആരനാട് ശിവശങ്കരൻ എന്ന് വിളിക്കാം. ഇതാ ശ്രീനിവാസൻ. ആരനാട് ശിവശങ്കരന് ഒരു ഭീഷണിയായി എത്തിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. ആര്യനാട് ശിവശങ്കരന്റെ തൊട്ടുപിറകിലായി നസീറും തേനും കുതിച്ചു പായുന്നു. മുകേഷും സിദ്ദിഖും ഉണ്ട്. പക്ഷേ വളരെ മുന്നിലായാണ് ശങ്കറിന്റെ പോക്ക്. ശങ്കറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശങ്കരൻ ഇത് ഇത്ര കണ്ടതാണ് മക്കളെ. ഇതാ രജനീകാന്ത് അദ്ദേഹത്തെ മറികടന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. രജനീകാന്ത് അദ്ദേഹത്തെ മറികടന്നിരിക്കുന്നു. വളരെ സ്പീഡിലാണ് അദ്ദേഹം. ഇതാ ആര്യനാട് ശിവശങ്കരന്റെ അതിസാഹസികമായ പ്രകടനം. വണ്ടർഫുൾ. ഇത് ശിവശങ്കറിന് മാത്രം കഴിയുന്ന അത്ഭുത സിദ്ധിയാണ്. ഇതാ മണിയൻപിള്ള രാജു ബൈക്ക് റാലിയിൽ പങ്കെടുക്കാൻ വളരെ ലേറ്റായിട്ട് തന്റെ വിജയ് സൂപ്പറിൽ അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോക്ക് കണ്ടെന്നൊക്കെ ഈ ബൈക്ക് റാലി മാത്രമല്ല, കേരളം മുഴുവൻ കുട്ടിച്ചോറാക്കാനാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് തോന്നുന്നു. ഇതാ ബോളിവുഡിൽ നിന്നും അതിശക്തനായ അജയ് ദേവഗൺ തന്റെ പുത്തൻ നമ്പറുകളുമായി രണ്ട് ബൈക്കുകൾക്ക് കുറുകിൽ കയറി നിൽക്കുകയാണ് അദ്ദേഹം. ബൈക്ക് ഓടിക്കാനല്ല, അതിന് മുകളിൽ കയറി നിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിൽപ്പ് കണ്ടെന്നൊക്കെ ഒരു വെല്ലുവിളി പോലെയുണ്ട്. മലയാള ചലച്ചിത്ര താരങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ആ നിൽപ്പ്. പക്ഷേ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ബൈക്കുകൾക്ക് മുകളിൽ കയറി നിൽക്കുക മാത്രമല്ല, അനായാസമായി ആടിപ്പാടുകയാണ് അദ്ദേഹം. അതെ, ബൈക്കുകൾക്ക് മുകളിൽ കയറി മസിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരിക്കലും തയ്യാറാവില്ല. അദ്ദേഹം എന്നും ഫ്ലെക്സിബിലിറ്റിയുടെ ആളാണ്. ഇത് അജയ് ദേവഗന്റെ പുതിയൊരു നമ്പറാണ്. വളരെ അപകടകരമായ നമ്പറാണ്. മിക്കവാറും ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ നമ്പറായിരിക്കും. അതെ, അവസാനത്തെ നമ്പറായിരുന്നു അദ്ദേഹത്തിന്റെ. ഇതാ ഋത്വിക് റോഷൻ കുതിച്ചു പായുകയാണ്. അദ്ദേഹം ആരെയോ പേടിക്കുന്നുണ്ട്. ഇതാ ആര്യനാട് ശിവശങ്കരൻ വെടിവയ്ക്കുകയാണ്. ഇത് നമ്മുടെ മത്സര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ആര്യനാട് ശിവശങ്കരൻ ശ്രദ്ധിക്കണം. ഇവിടെ ബൈക്ക് റൈസിംഗ് ആണ്, ഇത് ബൈക്ക് റാലിയാണ്. ഇത് വെടിവയ്പ് മത്സരമല്ല, ഇതൊരു കൊലപാതക മത്സരമല്ല. തസ്കര വീരൻ ബൈക്ക് റാലിക്ക് അപഖ്യാതി ഉണ്ടാക്കരുത്. ഇത് അഭിഷേക് ബച്ചനും ഋത്വിക് റോഷനും വെടിവയ്ക്കുകയാണ്. ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറിനെ ഇവിടെ ഒതുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അതിദയനീയമായ കാഴ്ചയാണ്. അദ്ദേഹം പാലം പൊട്ടിച്ചേറി കല്ലായിപ്പുഴയിലേക്ക് വിണിരിക്കുകയാണ്. വളരെ അപകടകരമായ ബൈക്ക് റാലിയാണിത്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. ഇത് ജനപ്രിയ നായകൻ ദിലീപ് റീത്തുമായി അപകടം മുൻകൂട്ടി കണ്ടാവാം അദ്ദേഹം ഇങ്ങനെ വന്നത്. ഇത് അഭിഷേക് ബച്ചൻ ഋത്വിക് റോഷനെ അതിദാരുണമായി പുഴയിലേക്ക് തള്ളിയിട്ട് അഭിഷേക് ബച്ചനെ കേരളത്തിലെ ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഇതാ അഭിഷേക് ബച്ചന് ബൂസ്റ്റ് കൊടുക്കുകയാണ് ജനം. ഒരു ലക്ഷ്യമില്ല, ജനങ്ങൾ പൊതിഞ്ഞിരിക്കുകയാണ് അഭിഷേക് ബച്ചനെ. ഇതാ കമലഹാസൻ തന്റെ വിദഗ്ധമായ ബൈക്ക് അഭ്യാസങ്ങളുമായി മുന്നേറുന്നു. റോഡ് മാർഗം ഉപേക്ഷിച്ച് അദ്ദേഹം കുന്നിൻ തെരുവുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
ബൈക്ക് റാലിയിൽ ജയിക്കണമെന്ന് ഒരു വാശിയുമില്ലാത്ത പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ. നോക്കൂ എന്തൊക്കെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ബൈക്ക് റാലി എന്ന് പറയുന്നത് ഇത്തരം കായികാഭ്യാസങ്ങൾ മാത്രമല്ല, എത്രയും പെട്ടെന്ന് ജുറാസിക് വേൾഡിന്റെ ഓഫീസിൽ എത്തണമെന്നതാണ് കരാർ. അദ്ദേഹം ഒരു ഉല്ലാസപ്രദമായ യാത്ര പോലെ ആവശ്യമില്ലാത്ത കസർത്തുകൾ കാണിച്ചു മുന്നേറുകയാണ്. അദ്ദേഹം ആ കുന്നിൻ ചെരുവിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇതോ സോറി, അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് 2 ആഴ്ചക്കാലം വിശ്രമമാണ്. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് ടീം. അവരും കമലഹാസന്റെ അതേ പാത പിന്തുടരുകയാണെന്ന് തോന്നുന്നു. ചില അഭ്യാസങ്ങൾ കാണിക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഇത് മത്സരത്തിന് ഗുണകരമായി ബാധിക്കില്ല. ഇതാ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കമലഹാസന്റെ കൂടെ അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അഡ്മിറ്റായി കഴിഞ്ഞിരിക്കുന്നു. തസ്കര വീരൻ ബൈക്ക് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ സൂക്ഷിച്ചു നോക്കൂ, ഈ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നു. അദ്ദേഹത്തെ ഒന്നുകൂടി കണ്ടാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെ, അത് മമ്മൂട്ടിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട വല്യേട്ടനാണ് ആ രാജാപ്പുറത്തെ വേഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ലോക ചരിത്രത്തിൽ തന്നെ ഒരു ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. തസ്കര വീരൻ എന്ന ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്താൻ വേണ്ടി വളരെ വാശിയേറിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ തസ്കര വീരൻ മമ്മൂട്ടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു പഠിച്ച കള്ളനെ പോലെ, ഒരു തസ്കര വീരനെ പോലെ തന്നെ ഒരു ചെറിയ ഊട് വഴിയിലൂടെ തിരിഞ്ഞ് ഓഫീസിലെത്തിയിരിക്കുകയാണ്. 20 ലക്ഷം രൂപ ഇനി അദ്ദേഹത്തിന് സ്വന്തമാണ്. മറ്റാരും എത്തിയിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും. അതാരാണെന്ന് നമുക്കറിയില്ല. ഏതോ ഒരു ചലച്ചിത്ര താരമാണെന്ന് തോന്നുന്നു. അതെ, ജഗദീഷ് ശ്രീകുമാർ.